Sriva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയുടെ പഠന പരമ്പരയിൽ നമ്മൾ കണ്ടത് കുർബാനയുടെ 4 സ്ഥാപന വിവരണങ്ങളാണ്. അതിൽ ആദ്യത്തെ സ്ഥാപന വിവരണമായ 1 കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വചനങ്ങൾ, അത് എഴുതപ്പെട്ട കാലഘട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. AD 56-57 കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 57 എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ പറ്റും. AD 57 എഴുതപ്പെട്ട ആ ഒരു പരാമർശമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പരാമർശം. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി തന്നെ നമ്മുടെ ചിന്തകൾ ആദ്യമേ നമുക്ക് പോകാം. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഇത് ഞാൻ കർത്താവിൽ നിന്നും സ്വീകരിച്ചതാണ്. അതാണ്, അതൊരു വളരെ പ്രത്യേകമായ പരാമർശമാണ്. I received from the Lord. അത് ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു. ഓൾസോ ഹാൻഡഡ് ഓൺ ടു യു. അപ്പോൾ ഞാൻ കർത്താവിൽ നിന്നും സ്വീകരിച്ചത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായ 2 സൂചനകളാണ്. അപ്പോൾ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന അർപ്പണം യഥാർത്ഥത്തിൽ നമ്മൾ വെറുമൊരു അത്താഴമായിരുന്നില്ല എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അത് കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഈ പെസഹ രഹസ്യങ്ങളെ സമഗ്രമായി ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ കുർബാന എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ അടിസ്ഥാന ചിന്ത വെച്ചുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുർബാന അർപ്പണത്തിൽ സഭ നിഷ്കർഷിക്കുന്ന ചില നിലപാടുകൾ, ശാരീരിക നിലപാടുകൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് അഭിമുഖീകരിച്ചാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭ പഠിപ്പിക്കുമ്പോൾ സഭയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട്. ഈ അർത്ഥതലങ്ങളെ മുഴുവൻ ഒരു 1-2 ആളുകളുടെ, കുറച്ച് ആളുകളുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി ബലി കഴിക്കുന്നത് അത് സാർവത്രിക സഭയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതുകൊണ്ട് ആ നിലപാടുകൾ തീർച്ചയായിട്ടും കാലാന്തരത്തിൽ മാറ്റപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ലത്തീൻ സഭയിലാണ് ജനാഭിമുഖ കുർബാനയൊക്കെ തുടങ്ങിയത്. അത് 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. പക്ഷേ അത് വത്തിക്കാൻ കൗൺസിലിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് അത് പിന്നീട് വന്ന ഒരു പാശ്ചാത്യ, പ്രത്യേകിച്ചും പ്രോട്ടസ്റ്റന്റിസം സഭയിലെ വ്യാപകമായിട്ട് വർദ്ധിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില പ്രാർത്ഥനാ രീതികളുടെ അനുകരണമായിട്ടാണ് ഈ ഒരു ജനാഭിമുഖ കുർബാന അങ്ങനെയുള്ള ചിന്തകൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം വന്നത് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ചില കാലിയായ കാലിത്തൊഴുത്തുകൾ നമ്മൾ കാണും. അപ്പോൾ ആടുകളെയും ആട്ടിൻകുഞ്ഞുങ്ങളെയും ഈ തെറ്റായ ആട്ടിൻകൂട്ടിലേക്ക് നമ്മൾ നയിക്കണോ എന്നുള്ളത് എന്നെ കാണുന്ന കേൾക്കുന്ന ആളുകളെ സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പോൾ വ്യാജമായ ആട്ടിൻ കൂട്ടുകളിലേക്ക് അവിടെ കൊണ്ടുവന്ന് ചാടിക്കരുത് എന്ന് മാത്രമാണ് വിനീതമായ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഒന്ന്, നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പൗലോസ് പറയും. 2ാമത്, അത് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തതാപൂർവ്വം ഹാൻഡ് ഓവർ ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുർബാനയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ കൽദായ പാരമ്പര്യത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, സഭയിൽ 3 സഭകൾ അല്ലെങ്കിൽ വ്യക്തിസഭകൾ ഈ പാരമ്പര്യം തുടരുന്നുണ്ട്. അപ്പോൾ ഈ 3 സഭകളിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ സീറോ മലബാർ സഭയുടെ കുർബാനയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ബുഗ്ദാനഗോൻ, ബുഗ്ദാനേത് മിശിഹ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക അനുരൂപണമാണെന്ന് വേണം ന്യായമായി അനുമാനിക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതു ചടങ്ങുകളിലൊക്കെ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒത്തിരി ചടങ്ങുകളിൽ സമൂഹത്തോട് അനുവാദം ചോദിക്കുന്നു. അത് നമ്മുടെ ഒരു പൊതുവായൊരു പാരമ്പര്യമാണ്. 3 പ്രാവശ്യം ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യത്തെ മറുപടി കഴിയുമ്പോഴാണ് ഒരു കാര്യത്തിലേക്ക് കടക്കുക. അവിടെയെല്ലാം നമ്മളൊരു ത്രിത്വാത്മക ഭാവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുതെന്ന് കരുതുന്ന പല കാര്യങ്ങളിൽ പോലും നമ്മുടെ പിതാമഹന്മാർ ത്രിത്വത്തിൻ്റെ ഒരു സ്ഥാനം അതിൽ കൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ ന്യായമായിട്ട് അനുമാനിക്കണം. അപ്പോൾ അതാണ് ആ 3ന്റെ പ്രാധാന്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് കുർബാനയെ നമ്മൾ ആദ്യം കാണുന്നു ബുഗ്ദാനഗോൻ, ബുഗ്ദാനേത് മിശിഹ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ കൽപ്പന അനുസരിച്ച് നമ്മൾ കുർബാന. അപ്പോൾ ജനം ഒന്നടങ്കം പറഞ്ഞ മറുപടി ഇതാണ്. ഇതൊരു വിശ്വാസത്തിന് വലിയൊരു പ്രഖ്യാപനമാണ്. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ നൽകിയ കൽപ്പന അനുസരിച്ച്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, എത്ര മനോഹരമായ ഒരു ആരംഭമാണ്. അതാണ് നമ്മൾ ഇന്ന് പാട്ടുകളുടെ രൂപത്തിലേക്കാക്കി നമ്മളിന്ന് അന്നാ പെസഹ എന്നുള്ള ആ ഗീതത്തിലൂടെ നമ്മളിന്ന് ആവർത്തിക്കുന്നത്. ഈ ഒരു വലിയ പ്രാധാന്യമുള്ള ചിന്തയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചു. ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. ആ ഭരമേൽപ്പിച്ച ശുശ്രൂഷ സഭകളിൽ ശിഷ്യന്മാരിലൂടെ നമ്മുടെ സഭയ്ക്ക് ലഭിച്ചു. തോമാശ്ലീഹയുടെ ലഭിച്ച ആ ധന്യമായ പാരമ്പര്യം നമ്മളും തുടരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര മനോഹരമായൊരു ചിന്തയാണ്. ഇനി അടുത്തത് അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അതായത് ദിസ് ഈസ് മൈ ബോഡി ദാറ്റ് ഈസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്നാണ് അവിടെ സ്ഥാപനവാക്യത്തിൽ പറയുക. അത് പൗലോസ്ലീഹയുടെ സഭയ്ക്ക് ലഭിച്ച ആ ഒരു ബോധ്യത്തിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചില കൈയെഴുത്ത് പ്രതികളിൽ മുറിയപ്പെട്ട എന്നുള്ള ഒരു വാക്കുകൂടെ കാണാൻ പറ്റും. ഈസ് ബ്രോക്കൺ. മുറിയപ്പെട്ട അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ ചില കൈയെഴുത്ത് പ്രതികളിൽ കാണാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം പൊതുവെ കാണുന്ന കൈയെഴുത്ത് പ്രതികളിലെല്ലാം ദിസ് ഈസ് മൈ ബോഡി ദാറ്റ് ഈസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു എന്നുള്ള ആ ഒരു പദപ്രയോഗമാണ്. അത് വളരെ അർത്ഥപൂർണ്ണമാണ്. ഒത്തിരി ദൈവശാസ്ത്രപരമായ ചിന്തകളുണ്ട്, പഴയ നിയമ പശ്ചാത്തലങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയുടെ അർത്ഥതരംഗം നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ സഭയുടെ പരമ്പരാഗതമായ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പുതിയ നിയമം കർത്താവ് കുർബാന സ്ഥാപിച്ചു, അതുകൊണ്ട് പുതിയ നിയമം മാത്രം മതി, പഴയ നിയമമെല്ലാം നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു സമീപനം വളരെ അപകടകരമാണ്. അത് പ്രോട്ടസ്റ്റന്റ് തിയോളജിയുടെ ശക്തമായ ആവിഷ്കാരമാണ്. അപ്പോൾ അതാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, നമ്മളെ ആളുകളെ തെറ്റായ ആലകളിലേക്ക് നയിക്കുന്ന ഇടയന്മാർ ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനം വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഞാനിത് എടുത്തു പറയുക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത്താഴത്തിന് ശേഷം അവിടുന്ന് കാസ എടുത്തു അല്ലെങ്കിൽ കപ്പെടുത്തു. ദിസ് കപ്പ് ഈസ് എ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പല പ്രയോഗമാണ്. അതും ഒത്തിരിയേറെ അർത്ഥതലങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഇന്ന് ഉടമ്പടികളൊക്കെ ഇന്ന് വളരെ ശക്തമായ ഒരു റിലീജിയസ് പ്രാക്ടീസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉടമ്പടികൾ പാടെ കർത്താവ് സ്ഥാപിച്ച ഉടമ്പടിക്കാലം വലിയ ഉടമ്പടി ആർക്കും തുടങ്ങാൻ പറ്റില്ല. ഒരു അച്ഛനും പറ്റിയില്ല, ഒരു മെത്രാനും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ആഴമാർന്ന വിശ്വാസം. കർത്താവ് സ്ഥാപിച്ച ഉടമ്പടികൾ, ആ വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയോ ഒരു ഷാലോ അല്ലെങ്കിൽ ഒരു ആഴമില്ലാത്ത ഒരു പ്രയോഗമാണ്. അത് എത്രമാത്രം ജനങ്ങളെ വഴിതെറ്റിക്കാം എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് ഉടമ്പടി എന്നൊക്കെ പറയുമ്പോൾ ആ ഉടമ്പടിയുടെ അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത് ബൈബിള് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സങ്കല്പമാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് കർത്താവുമായിട്ട് കുറേ കണ്ടീഷൻസ് വെക്കുന്നു. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ നീ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണം, IELTS OET പാസ്സാക്കി തരണം, വിദേശ രാജ്യം പഠിക്കാൻ പറ്റണം, ജോലി കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻസ്. ഇതാണോ യഥാർത്ഥ ഉടമ്പടി എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബൈബിൾ സങ്കല്പത്തെ പോലും വ്യഭിചരിക്കുന്ന ഒരു പദപ്രയോഗമായിട്ട് അതിനെ കടമെടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കാതെ തരമില്ലാത്തത് കൊണ്ട് അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്തായാലും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെങ്കിലും ഇനിയെങ്കിലും ആ ഒരു അർത്ഥം മനസ്സിലാക്കി പിന്മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉടമ്പടിയെ ഇതുപോലുള്ള വാക്കുകൾ ചുമ്മാതെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ വെറും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ശൈലിയായിട്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ അധപതിപ്പിക്കുവാൻ അത് കാരണമാകും എന്നുള്ളത് കൂടെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കർത്താവിന് രണ്ടാമത്തെ ആഗമനം വരെ നിങ്ങൾ ഈശോയുടെ മരണത്തെ അനുസ്മരിക്കുന്നു എന്നാണ് പറയുക. അത് നമ്മൾ ഏറ്റുപറയുകയാണ്. ഈശോയുടെ മരണത്തെ നമ്മൾ ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് രണ്ടാമത്തെ ആഗമനം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്രയോ സഹസ്രാബ്ദങ്ങളായി നമ്മൾ ആ കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ ഈ കുർബാനയുടെ അവസാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ വരവാണ്. അപ്പോൾ രണ്ടാമത്തെ വരവ് വരെയും ഈ വിശുദ്ധ കുർബാന തുടരണം. അതാണ് സഭ പൗലോസ്ലീഹായുടെ സഭയിലൂടെ കർത്താവ് നൽകുന്ന വ്യക്തമായൊരു സന്ദേശം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു റിപ്പീറ്റ്, നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു കമാൻഡ്,
അത് പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കമാൻഡ്, റിപ്പീറ്റ് കമാൻഡ്, യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചകം കൂടിയാണ്. ദൈവശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു സൂചകം കൂടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, എത്രയോ അർത്ഥപൂർണമായൊരു പരാമർശമാണ് പൗലോസ് ശ്ലീഹ ഏറ്റവും പഴയ വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ AD 57 പരാമർശത്തെ നമ്മൾ കാണുക. അപ്പോൾ നമ്മുടെ കുർബാനയിൽ ഇങ്ങനെയുള്ള ചില അംശങ്ങൾ കാണുമ്പോൾ അത് സഭയുടെ പൗരാണികത്വത്തിലേക്കുള്ള ഒരു ചൂണ്ടുവിരലാണ് എന്നുകൂടെ, വിരൽ ചൂണ്ടിയാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ സഭയുടെ ധന്യമായ പാരമ്പര്യം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അവയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിൽ സംബന്ധിക്കുവാൻ ജനങ്ങളെ സജ്ജമാക്കുക എന്നുള്ളതാണ് വൈദികർ ചെയ്യേണ്ട ജോലി, അല്ലാതെ തോന്നിവാസം ചെയ്യുവാൻ വേണ്ടിയുള്ളതല്ല. ഇത് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമ്മൾ ഒന്ന് കാണുക. അപ്പോൾ യഥാർത്ഥത്തിൽ പൗലോസ് ശ്ലീഹായുടെ ആ ഒരു ദൈവശാസ്ത്ര വിശകലനത്തിൽ നമ്മൾ ഇതൊക്കെ കാണുന്ന ചില സൂചനകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയെ ആഴത്തിൽ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പദപ്രയോഗമാണ് സ്യൂഡോ തിയോളജി. അപ്പോൾ ദൈവശാസ്ത്രം എന്ന രൂപേണ അവതരിപ്പിക്കപ്പെടുന്ന കുറേ വികലമായ ചിന്തകളുടെ ഒരു സമാഹാരമാണ് ഇന്നത്തെ ചില ആളുകൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയൊരു ദൈവശാസ്ത്രം. അത് പ്രൊട്ടസ്റ്റന്റ് തിയോളജിയുടെ തുടർച്ചയാണ് എന്നുകൂടെ പറയാൻ നിർവാഹമില്ല. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഈ സ്യൂഡോ തിയോളജി ഒരുപക്ഷെ സഭയുടെ ഏറ്റവും അധികം ദൂഷ്യം ചെയ്യുന്ന ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കാവുന്ന ഒരു സംവിധാനമാണ്. അത് സഭയിൽ നിന്ന് കളയുവാൻ സഭാ നേതൃത്വം അതിന് തീർച്ചയായിട്ടും ഇടപെടുമെന്ന് നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം. അതിന് തക്കതായ നടപടികൾ സഭയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, കരുതുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: പഴയ നിയമത്തെ കൂടാതെ പുതിയ നിയമമില്ല. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർണ്ണതയാണ് പുതിയ നിയമം. അതുകൊണ്ട് പഴയ നിയമം മുഴുവൻ തൂത്തുവാറ്റിയിട്ട് നമ്മൾ അടിസ്ഥാനമില്ലാത്ത പരമ്പരയ്ക്ക്, നമുക്കറിയാം കർത്താവിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാറമേൽ വീട് പണിതു, അതിന്മേൽ ജലം ആഞ്ഞടിച്ചു, അത് അനങ്ങിയില്ല. എന്നാൽ പൂഴിമണലിൽ വീട് പണിതവനെ പോലെ ആകുന്ന സഭയുടെ പുതിയ ദൈവശാസ്ത്രം ഇതുപോലെ തന്നെ അപകടകരമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ പൂഴിമേൽ പണിയുന്ന ഈ ദൈവശാസ്ത്രം വെറുമൊരു കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ അടിപടലും ഇടിഞ്ഞു വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ദേവാലയ ഘടന, അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ അപഹാസ്യമായ രീതിയിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. വ്യക്തി അഭിമുഖ കുർബാന. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ജെറുസലേം ദേവാലയത്തിലെ പ്രാധാന്യം എന്താണ്? ജെറുസലേം ദേവാലയത്തിലെ ഹോളി ഓഫ് ഹോളീസ്, വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലം, ഇതൊക്കെ എന്തായിരുന്നു എന്ന് പഠിക്കാതെ കണ്ട് ഇങ്ങനെ വികലമായ രീതിയിൽ സംസാരിക്കുന്നത് ബൈബിള് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാതെ നിർവാഹമില്ല. ബൈബിളിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത ആളുകൾ പോലും പറയാൻ മടിക്കും. അതായത് ദൈവത്തിന് ദൂതന്മാർക്ക് പോലും കയറുവാൻ ഭയമുള്ളിടത്ത് സാത്താൻ ഓടിക്കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ നമ്മുടെ സഭയിലുണ്ട്. അപ്പോൾ ഈ ഒരു അപകടകരമായ ഒരു അവസ്ഥാവിശേഷം യഥാർത്ഥത്തിൽ നമ്മൾ ഗൗരവമായിട്ട് കാണുകയും അവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സഭയുടെ ശക്തമായ പരിശ്രമം ഈ മേഖലകളിലെല്ലാം ഉണ്ടാവുകയും ചെയ്യണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പൗലോസ് ശ്ലീഹായുടെ ഈ ഒരു ലേഖനത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 2-3 സൂചകങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണം എന്താണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്ന പരാമർശങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ 2-3 ഭാഗങ്ങൾ കൂടെ കാണുവാനുണ്ട്. അത് പിന്നീട് അടുത്ത ടോക്കിലെ സമയം തീരുന്നത് കൊണ്ട് നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പൗലോസ് ശ്ലീഹ കൊരിന്ത ലേഖനത്തിൽ AD 57 കൃത്യമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു വെച്ച പരാമർശങ്ങൾ, അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കണ്ടു. അപ്പം അതിൽ എങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ സഭയിൽ അതിന് ചില പ്രത്യേകതകൾ ഇന്നും തുടരുന്നു, പ്രത്യേകിച്ചും നമ്മുടെ സീറോ മലബാർ സഭയിൽ, പ്രത്യേകിച്ചും ഭാരത നസ്രാണികളുടെ ഇടയിൽ, അപ്പോൾ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ധന്യമായ പാരമ്പര്യങ്ങൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു യഹൂദ പശ്ചാത്തലമാണ്. അപ്പോൾ ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കൊണ്ട്
വിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം യഥാർത്ഥത്തിൽ വളരെ അപകടകരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതെല്ലാം അതിലേക്ക് ഈ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ കർത്താവ് സ്ഥാപിച്ച ഈ പറഞ്ഞ പെസഹ എന്ന് പറയുന്നത് യഹൂദരുടെ പെസഹായുമായിട്ട് ബന്ധപ്പെട്ട ബെറക്ക എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ രൂപവും ഭാവവുമെല്ലാം നമ്മുടെ എല്ലാ അനാഫറകളിലും കാണാൻ പറ്റും. പൗരസഭകളിലുള്ളതും ലത്തീൻ സഭയുള്ള അനാഫറകളിലെല്ലാം കാണാൻ പറ്റുന്ന പൊതുവായ ഘടകമാണ്. അപ്പം അതുകൊണ്ട് ജുവിഷ് ബറാക്ക എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയെ സമാഹാരത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള തെറ്റായ പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുക. അപ്പം അതുകൊണ്ട് സഭയെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഈ ഒരു പ്രബോധന പരമ്പര നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Riva TV, a unique experience for the whole world.